സോ ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 86 ഞാൻ കണ്ടു. സത്യം പറയാണല്ലോ, ഇവരെ ഇത്രയും കാലമായിട്ട് 86 എപ്പിസോഡ് ആയിട്ടുണ്ട്. ഇത്രയും കാലമായിട്ട് ഇവരെ പല കാര്യങ്ങളും, ഇവരുടെ ഒരു ഗെയിമിങ് സ്റ്റൈലും ആ ഒരു സംഭവം ഒന്നും തീരെ മാറുന്നില്ല. കുറേ കാര്യങ്ങൾ ഇന്ന് കണ്ട കുറേ കാര്യങ്ങൾ ഞാൻ കുറേ കണ്ട് ഇതിന് മുന്നേയും കണ്ട് മടുത്ത കാര്യങ്ങളായിട്ട് എനിക്ക് പേഴ്സണലി തോന്നി. ജാസ്മിനും ജിൻഡോ ആയിട്ടുള്ളൊരു ഫൈറ്റ് ഉണ്ട്, ലൈക്ക് ഗബ്രീൻ്റെ ബേസ് ആയിട്ടുള്ളൊരു സംഭവം. സത്യം പറഞ്ഞാൽ എന്തിനാണ് അത് അവിടെ എടുത്തത് എന്നൊരു ചോദ്യമുണ്ട്. ലൈക്ക് അത് അവളെ തീരുമാനമാണ്, അവളെ ചോയ്സാണ് എന്നുള്ളതൊക്കെ അവൾ പറയുമ്പോഴും അതിന് സത്യം പറഞ്ഞാൽ ജിൻഡോയ്ക്ക് ഉത്തരമില്ല. പക്ഷെ എന്നാലും വെറുതെ എന്തൊക്കെയോ ഒരു കോണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ എന്തൊക്കെയോ ഗെയിം കളിക്കുന്ന പോലെ തന്നെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുക. എന്തോ എനിക്കത്ര സുഖമായിട്ട് തോന്നിയിട്ടില്ല ആളുടെ പറച്ചിലും കാര്യങ്ങളൊക്കെ. പക്ഷെ മേ ബി ഇത് ചിലവർക്കൊക്കെ ഇഷ്ടപ്പെടാനൊക്കെ ചാൻസ് ഉണ്ട്. കാരണം ഭയങ്കര ക്രിഞ്ചായിട്ടുള്ള ഒരു കോംബോ ആയിരുന്നു അവരത് രണ്ടാമതും. സോ അവരുടെ എഗെയിൻസ്റ്റ് ആയിട്ട് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അതൊരു ബാഡായിട്ട് തോന്നാറുണ്ട്. പക്ഷെ എനിക്ക് ജിൻഡോൻ്റെ സൈഡിലാണ് ബാഡായിട്ട് തോന്നിയത്. കാരണം അത് അവന് പറയേണ്ട ആവശ്യമില്ല, അത് അവരെ താല്പര്യമാണ്, അവരെ ഇഷ്ടമാണ്. അവർ മോശമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ, അതൊക്കെ പറയാം. അല്ലാതെ അങ്ങനെ അത്ര മോശമായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഒന്നും ക്രിഞ്ചാന്നുള്ളൂ, ഭയങ്കര ബോറ് സാധനമാണെന്നുള്ളൂ, അല്ലാതെ മോശമായിട്ടൊന്നുമില്ല. പിന്നെ ഇന്ന് മെയിനായിട്ട് നോറ ഇരുന്ന സ്റ്റാർട്ടിങ് തന്നെ നോറ തന്നെ കാണിക്കുന്നത്. നോറ സീക്രട്ട് റൂമിൽ ഇരുന്നിട്ട് കുറേ ഓരോ കാര്യങ്ങൾ കാണുന്നതാണ്. സത്യം പറഞ്ഞാൽ ഇവർ മറ്റേ പൈസേനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഓരോ ആരെടുക്കും എന്നുള്ള ആ സംഭവം. അത് നോറ തന്നെ പറയുന്നുണ്ട്, ഭയങ്കര ബോറാണ്. സത്യമായിട്ടും ഭയങ്കര ബോറായിരുന്നു. അത് ലൈവ് കണ്ടവർക്ക് കുറേയൊക്കെ അറിയാം. എനിക്ക് തോന്നുന്നു എപ്പിസോഡിൽ അങ്ങനെ ഭയങ്കര ബോറാക്കിയിട്ട് കാണിക്കുന്നില്ല, കുറേ നേരം ഇതിനെക്കുറിച്ച് തന്നെ പറയുന്നൊന്നുമില്ല. പക്ഷെ ലൈവ് കാണുന്ന ഒരു അവസ്ഥയായിരിക്കും. കാരണം ഇത് തന്നെ കുറേ നേരം പറയും. അതുകൊണ്ടാണ് നോറയ്ക്ക് അത്രയും ഇറിറ്റേറ്റിംഗ് ആയിട്ട് അത്രയും ബോറായിട്ടും തോന്നിയിട്ടുണ്ടാവുക. ഓഫ് കോഴ്സ് തോന്നും, ഇത് തന്നെ നമ്മളിങ്ങനെ എന്തെത്താടാ ആ ഒരു ഫീലാണ് നോറ ഉള്ളതൊക്കെ പച്ചയ്ക്ക് മൂപ്പത്തിൻ്റെ സ്റ്റൈലിൽ പച്ചയ്ക്ക് പറയും. ആ കാര്യത്തിൽ എനിക്ക് നോറേനെ ഭയങ്കര കാര്യമാണ്. നോറന്നെ പറയുന്നുണ്ട്, ഇതൊക്കെ നിങ്ങൾ കാണുന്നില്ലേ, ഇവർക്ക് എന്താ നിങ്ങളിങ്ങനെ ആ ഒരു സംഭവം പറയുന്നുണ്ട്. സത്യമാണ്, നോറേൻ്റെ ചില സംഭവങ്ങൾ പറയുന്നത് ചിലതല്ല മിക്ക സാധനങ്ങളും നോറേൻ്റെ രീതിയിൽ അങ്ങോട്ട് പറയും. അതെനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ കരയുന്നൊരു സ്വഭാവമുണ്ട്, അതെനിക്ക് അത്ര പിടിക്കില്ല. അതിനോട് തന്നെ നോറ തിരിച്ച് വന്നുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാരണം കുഴപ്പമില്ലാത്ത പ്ലെയറാണ്, വലിയ അത്ര മോശമൊന്നുമല്ല, പക്ഷെ അത്ര അടിപൊളിയൊന്നുമല്ല. കാരണം ഈ സീസൺ 6 ഭയങ്കര കിടിലൻ പ്ലെയർ ആയിട്ടൊന്നും എനിക്ക് അങ്ങനെ ആരും തോന്നിയിട്ടില്ല. കുഴപ്പമില്ല എന്ന് വിചാരിക്കുമ്പോൾ അവരെന്തെങ്കിലും ഒരു മണ്ടത്തരം കാണിക്കും, വലിയ പ്രശ്നമില്ലാതെ വിചാരിക്കുമ്പോൾ എനിക്ക് തീരെ പറ്റാത്ത ചില സംഭവങ്ങളൊക്കെ കാണിക്കും, അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ. ഇപ്പം അഭിഷേക് എനിക്ക് ഈ ഗെയിം ഉണ്ടായിരുന്നു, ഒരു മെയ്സിൻ്റെ ഒരു ഗെയിം ഉണ്ടായിരുന്നു. ആ മെയ്സിൻ്റെ ഗെയിമിൽ അഭിഷേകും ഋഷിയും നല്ല നീറ്റായിട്ട് കളിച്ച് അവർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സമയത്തിലൊക്കെ ഉള്ളിലൊക്കെ ആ മെയ്സ് ഉള്ളിൽ കയറ്റി ഒരു ബോൾ മെയ്സിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് നടുക്കെത്തിക്കാനാണ്. നമ്മൾ പണ്ട് മറ്റേ ബോക്സിലും നമ്മൾ പണ്ട് ചെറുപ്പത്തിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സാധനം, ഈ ഒരു സാധനം അഭിഷേകും ഋഷിയും വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. രണ്ടാളെ യൂസ് ചെയ്തിട്ട്, രണ്ടാളെ മീൻസ് കഴിവുകൊണ്ടാണ് അത് ചെയ്യണത്. രണ്ടാളും അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒത്തൊരുമിച്ചിട്ട് നിൽക്കണം, എന്നാലേ കറക്റ്റ് പോകുള്ളൂ. അത് കഴിഞ്ഞിട്ട് അഭിഷേക് ചെയ്യണത് ശ്രദ്ധിച്ചോ, അവരെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പ്രഷർ കൊടുക്കുകയാണ്. അത് 3 ടീമിനെയാണെങ്കിലും ഭയങ്കരമായിട്ട് പ്രഷർ കൊടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നോറ പറയുന്നുമുണ്ട് നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നു. എന്നിരുന്നാൽ പോലും ഭയങ്കര പ്രഷർ, ഇത്ര പ്രഷർ അവർക്ക് ആ ഒരു ഗെയിമിൽ കിട്ടിയിട്ടില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നി. അങ്ങനെ പ്രഷർ കൊടുത്താൽ തന്നെ നമ്മൾ തന്നെ പെട്ടെന്ന് സീനാവും. അതേപോലത്തെ കുറേ സംഭവങ്ങൾ ഗെയിമിൽ നല്ലോണം അഭിഷേക് കളിച്ചിട്ടാണ് അവിടെ എത്തിയെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. അപ്പം അങ്ങനത്തെ ഒരു ഗെയിമർ എന്നുള്ള രീതിയിൽ അടിപൊളിയാണ്. അതായത് ബിഗ് ബോസ് ഓവറോൾ വെച്ച് നോക്കുമ്പോഴല്ല, ആ ഒരു രീതിയിലെ ഗെയിമർ നൈസായിട്ട് അഭിഷേക് ക്യാച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ സായിനൊന്നും ഇല്ല, സായിക്ക് എന്തിനാ അവിടെ എന്ന് എനിക്ക് തോന്നിയത്. സത്യമായിട്ടും സംഭവം സത്യമാണ്. ഞാൻ ചിലപ്പോൾ ഇവിടെ നിന്ന് പറയുമ്പോൾ എനിക്ക് ചിലപ്പോൾ അവിടെ നിന്ന് അതേപോലെ പ്ലേ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. പക്ഷെ കാണുമ്പോൾ ഭയങ്കര ഒരു എന്തിനാണ് വെറുതെ ഇങ്ങനെ ഒരു CCTV പോലെ ഇങ്ങനെ കുത്തിരിക്കുന്ന പോലെ ഒരു ഉപയോഗമില്ലാത്തൊരു സാധനന്മാരെയാണ് എനിക്ക് സായിനെ തോന്നിയത്. വേറെ പിന്നെ ഇന്നെന്താ മെയിനായിട്ട് ജിൻഡോൻ്റെ, അതായത് പഴയ ആളെക്കുറിച്ച് ഇങ്ങനെ പറയാം, മിറർ നോക്കിയിട്ട് പറയുന്ന ഒരു സീന് ആക്ടിവിറ്റി റൂമിൽ നിന്നായിരുന്നു. അത് എനിക്കിങ്ങനെ ഭയങ്കര കിടലായിട്ട് തോന്നി. കുറേ സംഭവമൊക്കെ ഇങ്ങനെ ഇവങ്ങനെ മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയുമ്പോൾ പിന്നെ എന്തൊക്കെയോ പറയുക, എവിടെയോ വെച്ചിട്ട് എവിടേക്കോ. നല്ല രസമുണ്ട് കേട്ടോ ആൾ പറയുന്ന ഒരു മോട്ടിവേഷൻ എന്ന രീതിയിൽ നല്ല രസമുണ്ട്.
എനിക്ക് പേഴ്സണലി ഭയങ്കര ലൈക്കായി. പക്ഷെ ചില സംഭവങ്ങളൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട്. പെണ്ണ് കെട്ടാണ്ട് അത് ഇത്, പെണ്ണ് പോയാൽ പോട്ടെ, എന്തൊക്കെ ആ പെണ്ണ് കിട്ടിയില്ലെങ്കിൽ വേറെ കെട്ടണം. എന്താ അതൊക്കെ എന്തൊക്കെയാ എനിക്ക് മനസ്സിലായില്ല. പിന്നെ വേറെ എന്തോ ഒരു സംഭവം പറഞ്ഞിട്ട് എനിക്ക് ഒരു ഓർമ്മയിൽ കിട്ടില്ല. അതൊക്കെ പറഞ്ഞാൽ എനിക്ക് കോമഡി ആയിട്ട് തോന്നി. ഭയങ്കര ഭയങ്കര ബോറായിട്ട് തോന്നി. പിന്നെയാണ് നോറ വന്നതിൻ്റെ ഒരു സീൻ ഉണ്ടായിരുന്നു, പ്രേതത്തിൻ്റെ വേഷത്തിൽ വന്നത്. പക്ഷെ അത് പെട്ടെന്ന് പൊക്കി, നോറേൻ്റെ മുടി കാരണം പെട്ടെന്ന് പൊക്കി. പിന്നെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. സത്യം പറഞ്ഞാൽ ശ്രീതൊക്കെ എന്തായാലേ, ശ്രീതും അർജുനൊക്കെ അവിടെ ഉള്ള ഒരു സുഖമായിട്ട്, അർജുൻ പിന്നെയും കുഴപ്പമില്ല. പക്ഷെ ശ്രീതൊക്കെ എനിക്കൊരു വൈബ്, ഒരു ഗെയിമർ എന്ന് പറയുന്നത് ഇങ്ങനെ ശ്രീതു അവിടെ എത്തി എനിക്ക് മനസ്സിലാവില്ല. ഓക്കെ, ജനങ്ങളെ സെലക്ഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ ഒരു ഗെയിമറായിട്ടൊന്നും എനിക്ക് പേഴ്സണലി തീരെ തോന്നുന്നില്ല, ഒരു കാര്യമില്ലാതെ. പക്ഷെ ശ്രീധുവിന് അടിപൊളിയായി തോന്നി. ആ ടൈം ട്വിസ്റ്ററിൽ ഭയങ്കര കിടിലായിട്ട് എനിക്ക് പേഴ്സണലി തോന്നി. ഭയങ്കര കഷ്ടപ്പെടുന്ന ഒരാളാണെന്ന് മനസ്സിലായി. പക്ഷെ ആളെന്നെ പറയുന്നുണ്ട്, ഞാൻ ഭയങ്കര കുറേ സംഭവങ്ങളൊന്നുമല്ല, ഞാനായിട്ട് നിൽക്കും. അതന്നെ ആയിരിക്കും ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവുക, അതിനോണ്ടായിരിക്കും അങ്ങനെ. ഒക്കെ പോട്ടെ, ഇങ്ങനെയൊക്കെയാണ്. വലിയൊരു സംഭവമായിട്ടൊന്നും എനിക്ക് ബിഗ് ബോസ് അങ്ങനെ തോന്നുന്നില്ല. ഭയങ്കര കിടിലായിട്ടോ കാണാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടോ അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ ഒരു കാര്യം കുറേ കാലം ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ, ഒരു 50 കൂടുതൽ ദിവസമൊക്കെ അല്ലെങ്കിൽ എപ്പിസോഡൊക്കെ കുറേയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഫാൻസോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഉള്ളിലുണ്ടാവും. ഈ ഒരു ബിഗ് ബോസ് കണ്ടു കഴിഞ്ഞിട്ട് ആരും എനിക്ക് അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യാനോ അങ്ങനെ ഫാൻസായിട്ട് നിൽക്കാനോ എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവും. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളെ ഫാൻസ് ആരാണ്, നിങ്ങൾ ആർക്കാണ് ഫോളോ ചെയ്യുന്നത്, നിങ്ങൾ ആരെ കൂടെയാണ് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്, താങ്ക്സ് ഫോർ സപ്പോർട്ടിങ്. ബിഗ് ബോസിലെ ഓരോ റിവ്യൂസൊക്കെ നമുക്ക് ഇനി ഇടാം. അപ്പോൾ ഓക്കെ, ഒന്ന് കാണാം. സബ്സ്ക്രൈബ് ചെയ്യണേ.